കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. നേതാവ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ബി.ജെ.പി. എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണിത്. ഇദ്ദേഹം ഉൾപ്പെടെ 4 പേരെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ശക്തമായ തീരുമാനങ്ങളെടുത്ത് ബി.ജെ.പി. കൂടുതൽ ശക്തിപ്പെടുകയാണ്. രാജ്യസഭയിലെ നോമിനേറ്റഡ് സീറ്റുകളിലുണ്ടായ ഒഴിവിനെ തുടർന്നാണ് ഈ തീരുമാനം. നിലവിൽ സംസ്ഥാന ബി.ജെ.പി. വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹം. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. കേരളത്തിലെ CPIM അക്രമത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഇദ്ദേഹം. 1994 കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ സമീപം വെച്ചാണ് CPM ഗുണ്ടകൾ സദാനന്ദൻ മാസ്റ്ററുടെ 2 കാലുകളും വെട്ടിമാറ്റിയത്. 1994 ജനുവരി 25 രാത്രി 8:30 ഇദ്ദേഹത്തെ CPM കാബാലികർ പതിയിരുന്ന് ആക്രമിച്ചത്. അന്ന് അദ്ദേഹത്തിന് കേവലം 27 വയസ്സായിരുന്നു പ്രായം. തികഞ്ഞ ഇടതുപക്ഷ പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ കുഞ്ഞിരാമൻ നമ്പ്യാർ ഒരു ഇടതുപക്ഷ അനുഭാവിയും ജ്യേഷ്ഠ സഹോദരൻ CPIM പ്രവർത്തകനുമായിരുന്നു. തന്റെ ബിരുദ പഠനകാലത്ത് അന്നത്തെ പല കേരളീയ യുവാക്കൾക്കും സംഭവിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശയ ലോകത്തോട് സദാനന്ദൻ മാസ്റ്ററും വഴിതെറ്റിയെത്തിയിരുന്നു. എന്നാൽ ആ സമയത്തും ഭാരതത്തിനോട് ചേർന്ന് RSSന്റെ സാംസ്കാരിക ദേശീയതയാണ് എന്ന ഉറച്ച ബോധ്യം സദാനന്ദൻ മാസ്റ്റർക്കുണ്ടായിരുന്നു. എന്നാൽ ആ കാലത്ത് മഹാകവി അക്കിത്തിന്റെ ഭാരത സന്ദർശനങ്ങൾ എന്ന കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വായിച്ചു. തുടർന്ന് ഭാരതീയമായ നിരവധി ദർശനങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ ഫലമായി മാർക്സിസ്റ്റ് ആശയ പരിസരം വിട്ട് ദേശീയതയുടെ പാതയിലേക്ക് അദ്ദേഹം വരികയായിരുന്നു. തങ്ങളുടെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച മാസ്റ്ററെ തന്റെ ഉജ്ജ്വലമായ വ്യക്തിപ്രഭാവം കൊണ്ട് കൂത്തുപറമ്പ് മട്ടന്നൂർ പ്രദേശങ്ങളിൽ ദേശീയതയുടെ പക്ഷത്തേക്ക് ധാരാളം ആളുകളെ ആകർഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനാലാണ് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ CPIM തയ്യാറായത്. 1999 മുതൽ തൃശൂർ ജില്ലയിലെ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ധർമ്മപത്നി റാണിയും അധ്യാപകയാണ്. നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന ഭാരവാഹിയും ആ സംഘടനയുടെ മുഖ്യപാത്രവുമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററുമായിരുന്നു സദാനന്ദൻ മാസ്റ്റർ. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. പലതവണ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. നിലവിൽ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സി സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിൽ വിചാരണ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ CPM-കാരായ 8 പ്രതികളുടെയും ശിക്ഷ ഹൈക്കോടതി ഫെബ്രുവരിയിൽ ശരിവച്ചിരുന്നു. കൃത്യം നടന്ന 31 വർഷത്തിനു ശേഷമാണ് ഈ വിധി ഉണ്ടായത്. 7 വർഷം കഠിന തടവും 5000 രൂപ വീതം പിഴയുമായിരുന്നു ശിക്ഷയ്ക്കായി വിധിച്ചത്. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ 7 വർഷം തടവ് ശിക്ഷ കുറഞ്ഞുപോയെന്നും കോടതി പറഞ്ഞിരുന്നു. 2 കാലുകളും ഛേദിക്കപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് നൽകേണ്ടത് ഉചിതമാണെന്നും കോടതി പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.